ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ. എന്താ പറയുക, എന്നാൽ സാധാരണ ദിവസം പോലെ തന്നെ, പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട ദിവസം എന്താണെന്നറിയോ? ഇന്ന് വിവാഹ വാർഷികമാണ് കേട്ടോ. 14 വർഷം അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ പോലെ വെള്ളം കൂടി നിർബന്ധം. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമ്മളൊന്നും ഉന്മേഷത്തോടു കൂടിയാവും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ എന്നും ജോലിക്ക് പോകണം. ചേട്ടായി രാവിലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ മക്കൾക്കൊന്നും സ്കൂളില്ല കേട്ടോ. ആദ്യക്കൂട്ടനില്ല, കൊടുവിനില്ല. അപ്പോൾ അവരെല്ലാവരും അച്ഛമ്മേൻ്റെ അടുത്തേക്ക് തറവാട്ടിലോട്ടും പോയി. മോനൂസും ഞാനും വീട്ടിൽ തിന്നു കേട്ടോ. വീട്ടിൽ നിന്നില്ല, ഇപ്പോൾ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ എന്ത് ചെയ്തു, വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ അല്ലേ. അപ്പോൾ ഇന്നലെ തലേന്ന് അരി അരച്ച് വെക്കാൻ മറന്നുപോയെന്നല്ല, അരി അരച്ച് വെച്ചില്ല കേട്ടോ. അപ്പോൾ എന്താ, ഇന്ന് രാവിലെ ഉപ്പുമാവാണ് കേട്ടോ. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഉപ്പുമാവും കൊടുത്താണ് കെട്ടിയവനെ വിടുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. തൽക്കാലം നമുക്കുള്ളതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഉപ്പുമാവാക്കി കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു. ഇന്നധികം ഒന്നും ചെയ്യുന്നില്ല പണികളെന്ന്. എന്നും നിങ്ങൾ കണ്ടത് ഓടി നടന്ന് പണിയെടുക്കുന്നത് തന്നെയല്ലേ. ഇന്നൊന്നും പണിയെടുക്കാത്ത എന്നെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഉപ്പുമാവ് ഇത് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നും തലേന്നത്തെ എന്തെങ്കിലും കറി ഉണ്ടാവും. ഇന്ന് അതും ഇല്ല കേട്ടോ. ഇന്നലെ ശേഷം മീൻകറി ഉണ്ടായിരുന്നു. ആ മീൻകറിൻ്റെ ചട്ടി കൂടെ വടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇന്നലെ പാത്രം കഴുകിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ അരി എന്ത് ചെയ്തു, അടുപ്പിലും കത്തിച്ചില്ല കേട്ടോ. കുക്കറിലിട്ട് ചോറ് വെച്ചു. പിന്നെ കുടുവിനെ നേരത്തെ ഉണർത്തി, ആദ്യക്കുട്ടിനെ ഉണർത്തിയിട്ട് അവർക്ക് പോകാനുള്ളത് കൊണ്ട് അവരെ നേരത്തെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ പറയുക, ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എന്താണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ പറയണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് വരുന്നൊന്നും ഞാൻ ഓർത്തില്ല. അല്ലെങ്കിൽ മൂപ്പര് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ ക്യാമറ വെച്ചതൊന്നും. നമ്മൾ കള്ളത്തരത്തിൽ പിടിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ ചായ കൊടുത്തു. ഇന്നിപ്പോൾ ചായ ആയിരുന്നു കേട്ടോ, മുത്താറി ഉണ്ടാക്കിയില്ല. ഇന്നിപ്പോൾ ചായ ഉണ്ടാക്കി ഉപ്പുമാവും കൂട്ടി എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് 7 മണിയാകുമ്പോഴത്തേക്കും അവർ മെല്ലെ പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ റെഡിയായി തന്നെ വന്ന് നിന്നപ്പം അവസരം ഉണ്ടാക്കി തരട്ടെ, ഞാൻ ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മൾ സമയം സന്ദർഭം നോക്കി വേണം ചോദിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഞാൻ ഒത്തൊത്ത് വരുന്ന സമയം നോക്കി ചോദിച്ചു. ഭാഗ്യത്തിന് ആ സമയത്ത് എൻ്റെ ക്യാമറ ഇപ്പുറത്തുണ്ടായിരുന്നു, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ ഫോട്ടോ കിട്ടിയിട്ടോ. അയ്യോ, വെഡ്ഡിങ് ആനിവേഴ്സറി പൂർണ്ണമായി എന്ന് പറയാം. അങ്ങനെ ഇതോടുകൂടി നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി അവസാനിച്ചിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ മൂപ്പര് അപ്പുറത്ത് വെച്ച് നിന്ന് ഫോട്ടോ എടുക്കും. ഞാൻ പറഞ്ഞു, ആ കൈ ഒന്ന് ഇപ്പുറത്തൂടെ വെക്കുമോ ചോദിച്ചതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളെ കല്യാണ ഫോട്ടോ കേട്ടോ. എൻ്റെ ദൈവമേ, എന്തൊരവസ്ഥയാണല്ലേ. അപ്പോൾ ഇവർ രണ്ടാളും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യക്കുട്ടനും കൂടും പോവുകയാണ്. മോനുസ് ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഞങ്ങൾ അധികം, ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും തന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. സത്യം പറഞ്ഞ് ഇന്ന് അലക്കിയിട്ടില്ല. ഒരു പണിയും ചെയ്യാത്തൊരു ദിവസം. ഈശ്വര, ഇന്ന് വൈകുന്നേരം ഞാൻ എന്ത് ചെയ്യും? എന്താണെങ്കിലും വേണ്ടിയില്ല, സംഭവം 9 നമ്മൾ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ വരും പോലെ കാണാം. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയില്ലേ, ആഘോഷങ്ങളില്ലേ, ഒന്നും ചോദിക്കണ്ട കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഘോഷം കേട്ടോ. നമ്മളെ കുഞ്ഞു സന്തോഷങ്ങൾ, അന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു സന്തോഷം നടന്നാൽ മതി, നമുക്കത് പൂർത്തിയായില്ലേ. അപ്പം പല രീതിയിൽ ആഘോഷിക്കുന്നവരുണ്ടാവാം. നമ്മൾ ഈ രീതിയിലാണ് ആഘോഷിച്ചത്. എന്താണെങ്കിലും 14 വർഷം പൂർത്തിയായി. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇതിങ്ങനെ അങ്ങ് പൂർത്തിയാവാൻ.